യപ്പ്, ദാറ്റ്സ് മീ ഗൈസ്. ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയ മൈനസ് സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഫ്രണ്ട് ഫുള്ള് തകർന്നു പോയി. അപ്പോൾ സംഭവം ഉണ്ടാകുന്നത് സാറ്റർഡേ വൈകിട്ട് വീക്കെൻഡിൽ വീട്ടിലോട്ട് വരുമായിരുന്നു. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് റോഡാണ്, അറിയാവുന്ന വഴിയാണ്. അപ്പോൾ ഈ വഴി വന്നപ്പോഴത്തേനും ഒരു സ്ട്രെയിറ്റ് റോഡ് തീരുന്ന ഭാഗത്തൊരു വളവാണ്, കൂടാതെ ഇടത്തോട്ടൊരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വളവ് തിരിഞ്ഞു വന്ന വണ്ടി, ഒരു ബസ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ബസ്സിൻ്റെ പുറകിൽ നിന്ന് അവരുടെ റൈറ്റിലോട്ട് തിരിഞ്ഞാണ്, അതായത് എനിക്ക് ക്രോസായിട്ട് അവർ തിരിഞ്ഞാണ്. എനിക്കപ്പം പെട്ടെന്ന് വണ്ടി നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ബസ്സിൻ്റെ പുറകിൽ നിന്ന് വണ്ടി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അധികം സമയം കിട്ടുന്നില്ല. നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒട്ടും സമയം കിട്ടിയിരുന്നില്ല. അതായത് പ്രോപ്പറായിട്ട് ബ്രേക്ക് പിടിച്ച് ഗിയർ ഡൗൺ ചെയ്ത് നിർത്താനുള്ളൊരു സമയം കിട്ടിയില്ല. സാധാരണ ഞാൻ 3 ഉപയോഗിക്കുന്നുണ്ട്, അതായത് ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും ഗിയർ ഡൗണും കൂടെ ഒരേ സമയത്താണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരു കോംബോയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്കത് ഭയങ്കര എഫിഷ്യൻ്റായിട്ട് തോന്നിയിട്ടുണ്ട്. പല സമയത്തും വളരെ ക്വിക്കായിട്ട് എനിക്ക് നിർത്താൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ഒരു ഇൻസ്റ്റൻറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോഴത്തേനും വണ്ടി നിന്നില്ല. സത്യം പറഞ്ഞാൽ വണ്ടിയുടെ കോ ഡ്രൈവർ ഭാഗത്താണ് ഇടിക്കേണ്ടത്. പക്ഷേ ആ സമയത്ത് ഞാനിങ്ങനെയൊക്കെ വെട്ടിച്ചതിൻ്റെ ഫ്രണ്ടിലാണ് ഇടിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താ നടന്നത്, എന്താ അവിടെ സംഭവിച്ചതെന്നൊന്നും ഒരു പിടുത്തമില്ല. ഞാൻ എൻ്റെ ഭാഗം മാത്രം ക്ലിയറായിട്ട് പറയാം. ഞാൻ ശകലം സ്പീഡുണ്ടായിരുന്നു. ആ സ്പീഡ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ സേവ് ആയേനെ, എൻ്റെ വണ്ടി എനിക്ക് സേവ് ചെയ്യാമായിരുന്നു. പക്ഷേ എന്തോ, അതായത് ഞാൻ ഒരു 102 കിലോമീറ്റർ ഓടേണ്ട സ്ഥലത്ത് ഒരു 80ഓളം കിലോമീറ്റർ ഞാൻ ഓവർ സ്പീഡേ ചെയ്തിട്ടില്ല. അതായത് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊരു 80+ വല്ലതും പോയി കാണും. അതല്ലാതെ കൂടുതൽ ഞാനൊരു 60 to ഒരു 75-ൻ്റെ ഉള്ളിലായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈ കാണുന്ന വീഡിയോസ് ആണെങ്കിലും ആക്സിഡൻറ്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗങ്ങളാണ്. ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ അത്യാവശ്യം നല്ല കെയർഫുള്ളായിട്ടാണ് ഓടിച്ച് വന്നിരുന്നത്. പക്ഷേ ആ സ്ട്രെയിറ്റ് റോഡ് എത്തിയപ്പോൾ മാത്രം എന്താണെന്നറിയത്തില്ല, ജസ്റ്റ് ഒന്ന് സ്പീഡ് എടുക്കാൻ തോന്നി. അത് സ്ഥിരം ആ റോഡിൽ നമുക്കിപ്പോൾ അറിയാവുന്നതായതുകൊണ്ട് നമ്മൾ ചില സമയത്ത് ആ സ്ഥലം വരുമ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് സ്പീഡ് എടുക്കും. അങ്ങനെ എടുത്തതാണ്, എൻ്റെ ആവശ്യമില്ലായിരുന്നു. അതായത് ജസ്റ്റ് ഇതിന് തൊട്ട് മുമ്പ് ഒരു സ്ഥലത്ത്, അതായത് ഏകദേശം ഈ സ്ഥലത്ത് വെച്ച് ഞാൻ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ ആലോചിച്ചു, എന്തിനാണ് സ്പീഡ് എടുക്കുന്ന, അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നിങ്ങനെ തോന്നി. പക്ഷേ അത് ഇഗ്നോർ ചെയ്തിട്ട് ഞാൻ വീണ്ടും സ്പീഡ് എടുത്തു. ആ ഒരു ഇൻസ്റ്റൻറ്റ് ഫോളോ ചെയ്യുമായിരുന്നാൽ ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകത്തില്ല. ഞാൻ എൻ്റെ ഭാഗമാണെന്ന് പറയുന്നത്. ഞാൻ സ്പീഡ് എടുത്തില്ല എന്നെങ്കിൽ എൻ്റെ വണ്ടി ഉറപ്പായിട്ടും ഇടിക്കത്തില്ല. അത് മീൻസ് ഏകദേശം ഒരു 55 to 50 ക്രാഷ് ആകുന്നത്. അതായത് ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഭാഗമാണ്. ഞാൻ ഇതിൽ ചെയ്തൊരു തെറ്റാണ് ഞാൻ പറയുന്നുള്ളൂ. വേറെ ആരുടെ ഒരു കാര്യവും ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കുമായിരുന്നാൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ വീഡിയോ കാണാൻ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക.